ഇരിക്കുന്ന കാണുമ്പോൾ സംതിങ് ഡിഫറെന്റ് എന്നുള്ളത് ഫീൽ ആവുന്നില്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ അത്ര ഇത് പോപ്പുലർ അല്ല, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സംഭവമായിട്ടാണ്. ഇവിടെ എന്തൊരു ആഘോഷം ഉണ്ടെങ്കിലും മുഗ്ഗിടും വീടുകളുടെ മുറ്റത്ത്. ഞാനിന്ന് കുറച്ച് നമ്മൾ ഒന്ന് ഇതിൽ നടന്നിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാ അവര് ഇടുന്നതെന്ന് വെച്ചാൽ നിറച്ചു മുഗ്ഗായിരിക്കും, കളർഫുൾ ആയിട്ട്. അപ്പൊ അതുപോലത്തെ നമുക്ക് ഇന്നൊന്ന് സെറ്റ് ചെയ്യാം ഇവിടെ. ആക്ച്വലി നമ്മൾ 1 മണിക്കൊക്കെ 12 മണിക്കൊക്കെ ആയിരുന്നു ഇടുക. നമ്മള് മുന്നത്തെ ബിൽഡിംഗിൽ പറഞ്ഞാൽ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാരും കൂടെ ഇരുന്നിട്ട് 12 മണിക്ക് ഇരുന്നിട്ട് മുഗ്ഗിടും. എല്ലാരും ഒരു 5-6 പേരുണ്ട് ഞങ്ങള്. ആ വീട്ടിലെല്ലാരും കൂടെ കൂടിയിട്ട്, ആണുങ്ങൾ ഉണ്ടാവില്ല, പെണ്ണുങ്ങളും കുട്ടികളും എല്ലാരും കൂടെ ഈ ഒരു ന്യൂ ഇയർ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി മുഗ്ഗിടും. അവിടെ ഇരുന്ന് കഥ പറഞ്ഞ് മുഗ്ഗിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് മുഗ്ഗിടും നമ്മള്. അപ്പം ഇന്ന് വന്നിട്ട് ഇത് രാവിലെയാണ് കേട്ടോ ഇവിടെ. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എന്താ പറയാ, ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട്, എനിക്കെന്തോ ഭയങ്കര ഒരു ചീത്ത വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സങ്കടവും സന്തോഷമൊക്കെ ഉള്ളൊരു വർഷമാണ്. അപ്പൊ ഈ വർഷം ഇനി അങ്ങോട്ട് എന്തൊക്കെയാ തരാതിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി നല്ലൊരു വർഷം ആവട്ടെ എന്നുള്ളത്. പ്രാർത്ഥിക്കാന്ന് പറയാൻ പറ്റില്ല, മൂപ്പരായിട്ട് ഞാൻ കുറച്ച് തെറ്റിലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് മൂപ്പരായിട്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് വന്നിട്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം, നിങ്ങൾക്ക് വരും. ഇതിവിടെ ഒരു ആഘോഷമാണ്. അപ്പൊ നമ്മളിന്ന് വന്നിട്ട് സാധാരണ ഈ കഴിഞ്ഞ ആഘോഷങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചെയ്യുന്ന ചെറുതായിട്ട് വളരെ കുഞ്ഞതായിട്ടാണ് കേട്ടോ ഇടുന്നത്. ഭയങ്കര കാറ്റാണ്, നടക്കുമോന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഇത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ കൈ വഴങ്ങി പഠിച്ചതല്ല കേട്ടോ. നമ്മളിത് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ വിചാരിക്കും വരയ്ക്കണ പോലെ സുഖമായിട്ട് വരയ്ക്കാൻ പറ്റുന്നു, പക്ഷെ ഇത് ഈ ഒരു കട്ടിയില്ലേ, ഞാൻ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിങ്ങൾക്ക് പിന്നെയും കാണാൻ പറ്റുന്നത്. ഇത് ഇത്ര കട്ടിയിൽ വരില്ലേ, കുറച്ചുകൂടെ കട്ടി കുറഞ്ഞിട്ടാണ് വരിക സാധാരണ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക്. എനിക്ക് കുറച്ച് കട്ടിയിലാണ് വരിക. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ കൈ വഴങ്ങും, പക്ഷെ ഈ ഒരു അതിന്റെ തിക്നെസ് കുറച്ച് കൂടുതലായിട്ടാണ് വരുന്നത്. പഠിച്ചെടുത്തു എന്താണെങ്കിലും. ഇനിയിപ്പോ വന്നിട്ട് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പെർഫെക്ഷൻ ആവാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാതെ തന്നെ ചെയ്യണം. അപ്പം ഇത് രംഗോലിയാണ് ആക്ച്വലി. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് മുഗ്ഗല്ല. മുഗ്ഗ് ഇവിടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തിട്ടിട്ട് അതിനിങ്ങനെ ചുറ്റി വരയ്ക്കുന്നതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമും കൂടിയാണ് കേട്ടോ. ഈ കാവി കളറിൽ ഈ മുഗ്ഗിടുന്നത് ഏതോ ഒരു വീടിന്റെ മുന്നിൽ ഞാൻ ആ വീഡിയോ എടുത്തതിലുണ്ട്, ഞാൻ പറയാം കേട്ടോ അത് കാണുന്ന സമയത്ത്. അത് അവരുടെ ഒരു പൊതുവെ ചുമരിൽ പകുതിയോളം ഞാൻ ഇവിടെ ഒരു ശില്പറാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയ സമയത്ത് ഇവിടുത്തെ ട്രഡീഷണൽ വീടുകളുടെ ഒരു രീതി അങ്ങനെയാണ്. തെലങ്കാനയുടെ പകുതിയോളം ഈ കാവി പെയിന്റ് അടിച്ചിട്ട്, കാവി പെയിന്റ് അല്ല മണ്ണ് തേക്കുക ചെയ്യുക, ആ മണ്ണിലേക്ക് ഈ മുഗ്ഗിടുന്ന രീതിയാണ്. മണ്ണിലെന്തോ ചുമപ്പ് കളറ് വരുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് ആ സംഭവം. നമ്മുടെ ഒരു എക്യുപ്മെന്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഈവൻ ആയിട്ട് തട്ടി കൊടുത്താൽ അതവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വീണു. നമ്മൾ കൈകൊണ്ട് വെച്ചാൽ ഇത്ര അധികം പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ ഇത് എൻ്റെ മാത്രം ഒരു പ്രയത്നം കൊണ്ടല്ല കേട്ടോ ഇന്നത്തെ മുഗ്ഗ് മൊത്തം തയ്യാറാവുന്നത്. കുഞ്ഞിപ്പീക്കിരികളും കൂടെ കൂടുന്നുണ്ട്. ഒരു ഓണത്തിന് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്കിരുന്ന് നമ്മളത് ഇങ്ങനെ ചെയ്തുണ്ടാക്കുമ്പോൾ അത്ര ഒരു ആ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇവരെ നിർബന്ധത്തിനാണ് കേട്ടോ ഇന്നിപ്പോൾ ശരിക്കും മുഗ്ഗിടുന്നത്. കാരണം എനിക്ക് അത്ര ഒരു തോന്നിയില്ല. അപ്പം ഞാനിങ്ങനെ ഇടണോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നന്ന ലേറ്റ് ആയിട്ടുണ്ട്. 8 മണി 9 മണിക്ക് ആയി ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് മുഗ്ഗിടലൊക്കെ തുടങ്ങുന്നത്. സാധാരണ പൊലച്ചയാകുമ്പോഴേക്കും നല്ല തുടച്ച് വൃത്തിയാക്കി മുഗ്ഗിടണം. പൊലച്ച എന്ന് പറയുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 8 മണി ആകുമ്പോഴേക്കും നമ്മളെല്ലാ പരിപാടിയും കഴിയണം. പിന്നെ ഇവിടെ ആരും കാണാനില്ല, ഞങ്ങൾ മേലെ ആയതുകൊണ്ട് ഈ സമയത്തൊന്നും മുഗ്ഗിടുന്നത് ആരും കാണില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ആ സംഭവത്തിന്റെ തുമ്പത്തൊരു അരിപ്പയാണ് കേട്ടോ ഈ ഒരു സംഭവം എക്യുപ്മെന്റിന്റെ. ഇത് മാത്രമല്ല ഒരുപാടുണ്ട്, സ്റ്റെൻസിലൊക്കെ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഞാൻ ഇനി അടുത്ത നമുക്ക് മകരസംക്രാന്തി വരുന്നുണ്ട്. 11th മുതൽ ഇവിടെ ഹോളിഡേയ്സ് ആണ്. ഒരു 10-11 ഡേയ്സ് ഹോളിഡേ ഉണ്ട് കുട്ടികൾക്ക്. നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ഇല്ല ഇവിടെ വരുന്നത് നമുക്ക് സംക്രാന്തി ഹോളിഡേയ്സ് ആണ്.
ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തേക്ക് എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. കാരണം ഞങ്ങളിപ്പോൾ കുറച്ചായിട്ടല്ലേ ഉള്ളൂ. മുന്നേ നിന്ന സമയത്ത് അവിടുത്തെ ഉള്ളൊരു രീതിയാണ് നമ്മുടെ ആൻറ്റി, ഓണർ ആൻറ്റിയുടെ, ഞങ്ങളാണ് ഏറ്റവും അവിടെ വലിയ മുകിടുക ആൻറ്റീൻ്റെ അവിടെ. ആൻറ്റി എപ്പോഴും പറയും എത്ര നിറച്ചു ഇടണം. കുറച്ച് അവർക്ക് പ്ലോട്ട് കുറച്ച് നല്ല സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു 5-6 ഫാമിലീസ് ഉണ്ട് ആ ഒരു അവരുടെ ബിൽഡിങ്ങിൽ. അപ്പം അത്രയും മുന്നിൽ ഫ്രണ്ട് ഏരിയ ഉണ്ടാവുമല്ലോ. എന്നിട്ട് വലിയ മുഖമായിട്ടിടും. അപ്പോൾ അവർ ആണ് ഒരു കോമ്പറ്റീഷൻ പോലെയാണ് ശരിക്കും ഇത്. ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ആരാണ് ഏറ്റവും വലിയ മുകിടുന്നത്, ആരാണ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇവർക്കും അങ്ങനെയാണ്. ഇവർക്കും വലിയതായിട്ട് മുകിടണം. അമനും ചാരുവിനും വലുതായിട്ടിടണം. ചെറുത് ഒരു ഭംഗിയില്ല, നിറച്ചിടണം, അങ്ങനെയാണ് അവർ പറയാ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരച്ച് നമ്മൾ ഒരു കുഞ്ഞു വട്ടത്തിൽ നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ വലുതായി വരും. ഇത് നമ്മൾ ഫ്രീ ആണ്, ഒരു പണിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലെ ഇരുന്നത് ഇങ്ങനെ മിനുക്കിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ അങ്ങോട്ട് ടക്കേന്ന് വരച്ച് നമ്മളിങ്ങ് പോരല്ലേ ചെയ്യുക. രാവിലേക്ക് ആകുമ്പോൾ തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഇത്ര വലുതാക്കിയിട്ട് മുകിടുന്നത്. ഇത് അമ്മുൻ്റെ ഐഡിയ ആണ് കേട്ടോ. സെൻറ്ററിൽ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എഴുതിയിട്ട് നമുക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂ ഇയർ കിട്ടട്ടെ അമ്മ, അങ്ങനെ എഴുതിയിട്ട് കൊടുക്കാം. ആ രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു മുകിടണത്. സാധാരണ ഇന്ന് എനിക്ക് മുകിടാനൊട്ടും ഞാൻ പറഞ്ഞില്ല, ഒട്ടും എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അഭിപ്രായം പറയാനും അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഇല്ലാത്തത് പ്രാവശ്യം എൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫീലിങ്സും എൻ്റെ സങ്കടവും വെച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അത് എഫക്റ്റ് ആവൂലേ. അതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ശരിക്കും നമുക്ക് ചുറ്റും ആളുകളുള്ളതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മുടെ ഫെയിലിയേഴ്സിനെയും നമ്മുടെ സങ്കടങ്ങളും മാത്രം ആലോചിച്ചായിരിക്കും ജീവിക്കണത്. നമ്മുടെ ചുറ്റും ആളുകളുണ്ടെങ്കിൽ അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയെങ്കിലും നമ്മൾ കുറച്ച് മാറി ചിന്തിക്കും. അപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആകും. ആമയ്ക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ട് കേട്ടോ, ഇതിലെങ്ങനെ കറക്റ്റ് ഫില്ല് ചെയ്തിടാനൊക്കെ ആമയ്ക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ചാരു കുഞ്ഞിതല്ലേ, ഒട്ടും ഐഡിയ ഇല്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ചാരു ഇടുന്നതിന് ഇവിടെ ഫുള്ള് രണ്ടുപേരും കൂടെ അടിയാ, അയ്യോ കേടാക്കി അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഹാപ്പി ന്യൂ ഇയറും കൂടെ ഒന്ന് മിനുക്കിയിട്ട് ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇവരുടെ കയ്യിലാണ്. ഇനി എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള അവർക്ക് തന്നെ അറിയുള്ളൂ. മിനുക്ക് പണികളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. മിനുക്കി ഇനിയിപ്പോൾ കുട്ടി ഉണ്ടാവുമോന്നാവോ. ചേച്ചി അനിയത്തിനെ ഉപദേശിക്കുന്നുണ്ട്, അനിയത്തി ചേച്ചീനെ ഉപദേശിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ എന്താണെങ്കിലും തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ആമമ്മോള് സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ, നല്ല രസം ഉണ്ടാവും കളർഫുള്ളായിട്ട്. നമ്മൾ തെലങ്കാനൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ശരിക്കും കളർഫുൾ മുഗ് ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കാം നമ്മളുടെ രംഗോലിയുടെ. രംഗോലി ഇവിടുത്തെ ഒരു ട്രഡീഷണൽ രീതി അല്ല ശരിക്കും. ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് വെള്ള കളറ്, അതുപോലെ അരിപ്പൊടി ആയിരിക്കാം, അതുപോലെ സിന്ദൂരം, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നുമാണ് പ്രോസ്പെരിറ്റി ആ ഒരു സിംബലൈസ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലുള്ള മുഖമൊക്കെ ആയിരിക്കാം അങ്ങനെ വരുന്നത്. കണ്ടില്ലേ നിങ്ങൾക്ക്, വെള്ളയും മഞ്ഞളും ചുമപ്പും സിന്ദൂരം നമ്മളത് തൊടും കേട്ടോ. അതൊരു ഒക്കേഷണൽ ഡേയ്സിലൊക്കെ ഇവിടുത്തെ ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പൊതുവേ ഒരു നല്ല ആഘോഷങ്ങൾ വരാന്ന് പറഞ്ഞാൽ അത് കളർഫുൾ ആയിട്ട് രംഗോലി ആയി മുകിടുന്നതിനെയാണ് കേട്ടോ വരുന്നത്. നല്ല നട്ടപ്ര വെയിലാണ് കേട്ടോ. ഞാനങ്ങനെ വെയിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. എന്നാലും ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ളത് കാണാനുള്ളൊരു രസമുണ്ടല്ലോ. ഓരോ വീടിന്റെ മുന്നിലും ഓരോ തരത്തില് നിറയെ ഇട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാവരും വെൽക്കം ചെയ്തൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിലിപ്പോൾ എൻ്റെ കാണുന്ന ഒരു വീടുണ്ട്, ഒരു കാവി കളർ അടിച്ചിട്ടുള്ളൊരു വീടുണ്ട്. അതുപോലെ അത് ആക്ച്വലി അവർ ഫ്രണ്ട് സൈഡിൽ അങ്ങനെ ഒരു പെയിന്റ് അടിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ സാധാരണ ഇവിടുത്തെ ഒരു ട്രഡീഷനാണത് കാവി കളറിൽ മുഗ് വരയ്ക്കുന്നത് കേട്ടോ. നമ്മളെ വേൾഡി ആർട്ടില്ലേ അതുപോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.